ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ എലിക്കുളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളിലേക്കാണ്. ഉത്സവ കാഴ്ചകൾ പകലിനേക്കാൾ സുന്ദരമായിരിക്കും രാത്രിയിലെ കാഴ്ചകൾ. ഇപ്പോൾ ഞാൻ പകൽ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രാത്രി കാഴ്ചകളും കാണാം. ഞങ്ങളുടെ എലിക്കുളം ടെമ്പിൾ മഞ്ചക്കുഴിയിൽ നിന്നും തമ്പലക്കാട് പോകുന്ന റൂട്ടിലാണ്. മഞ്ചക്കുഴിയിൽ ബസ് ഇറങ്ങി തമ്പലക്കാട് റൂട്ടിൽ ഒരു 200 മീറ്റർ നടന്ന എലിക്കുളം ടെമ്പിളിൻ്റെ കവാടം എത്തും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 30 എലിക്കുളത്തമ്മയുടെ 30 ദിവസം കൊണ്ടാണ് ഈ 30 പൂർത്തിയാക്കുന്നത്. നമ്മുടെ എലിക്കുളത്തെ അമ്മ കണ്ണൂരിലെ മുഴകുന്ന് മൃദംഗ ശൈലേശ്വരി രൂപത്തിലാണ് അമ്മ കുടികൊള്ളുന്നത്. ഇവിടെ ശ്രീ പോർക്കലി എന്ന രൂപമാണ് അവിടെ 30 കാണാൻ കഴിയുന്നത്. ശ്രീ പോർക്കലി ഭാവത്തിലിരിക്കുന്ന എലിക്കുളത്തമ്മ ഈ നാടിൻ്റെയും ഭക്തജനങ്ങളുടെയും അനുഗ്രഹമാണ്. അതിൻ്റെ ഒപ്പം തന്നെ അമ്മയുടെ ഐശ്വര്യമാണ് ഞങ്ങളുടെ എലിക്കുളം നാടിൻ്റെ ഐശ്വര്യം. എലിക്കുളം ക്ഷേത്രം NSSൻ്റെ കരയോഗത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഏകദേശം 300ഓളം വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് ഇത് പറയുന്നത്. എൻ്റെയൊക്കെ മുത്തശ്ശൻ പറയുന്നത് കേൾക്കാം. മുത്തശ്ശൻ വാസു ആചാരി പുള്ളി പറയുന്നത് കേൾക്കാം. ഞങ്ങളുടെ എലിക്കുളം ടെമ്പിളിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് മടുക്കക്കുന്ന് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ആ ബംഗ്ലാവിൻ്റെ 2ാമത്തെ നില എലിക്കുളം ടെമ്പിളിനേക്കാളും ഹൈറ്റിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 2ാമത്തെ നിലയിൽ എന്തൊക്കെയോ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാറുണ്ട് അത്രേ. അപ്പോൾ ഇങ്ങനെ കേട്ടുകേൾവിയാണ്, എനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിക്കുളത്തമ്മേനേക്കാളും ഹൈറ്റിലാണ് 2ാമത്തെ നിലയിലിരിക്കുന്നത്. അതുകൊണ്ടാണ് 2ാമത്തെ നിലയിൽ ഇത്ര പ്രോബ്ലംസൊക്കെ ഉണ്ടാവാൻ കാരണം എന്നൊക്കെയാണ് പറയുന്നത്. അറിയത്തില്ല, ഓരോ കേട്ടുകേൾവിയൊക്കെയല്ലേ. ചിലപ്പോൾ അമ്മയുടെ ശക്തി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാം. ഞാനീ പറയണ കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഓർക്കും നിങ്ങളുടെ ദേവനും ദേവിയൊക്കെ ഇത്ര പൊസസീവാണോ എന്ന്. ഇങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. കേട്ടുകേൾവിയല്ലേ, ഓരോരുത്തരുടെ പഴയ ആൾക്കാർ പറയുന്നതൊക്കെ അല്ലേ. തിടുമ്പെടുത്ത് നിൽക്കുന്ന ആനയെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ചന്തമൊക്കെ തോന്നിയില്ലേ? കാരണം എന്താ? അത് വേറെ ആരുമല്ല, നമ്മുടെ അഴകെന്ന വജ്രായുധം കൊണ്ട് ഏതൊരാളുടെയും മനസ്സ് കീഴടക്കുന്ന നമ്മുടെ പാമ്പാടി രാജൻ തന്നെയാണ് ആ നിൽക്കുന്നത്. പാമ്പാടി രാജൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും തലയെടുപ്പിനെക്കുറിച്ചൊന്നും ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പഞ്ചവാദ്യം കൈകാര്യം ചെയ്തത് മേജർ സെറ്റായിരുന്നു. അതുപോലെ തന്നെ മേജർ സെറ്റിൻ്റെ തന്നെ പാണ്ടിമേളം, അങ്ങനെ പല സെക്ഷനായിട്ടായിരുന്നു. എൻ്റെ 2 കുട്ടികൾക്കും ചോറ് കൊടുത്തതും എല്ലാം എലിക്കുളത്തമ്മയുടെ മുമ്പിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. അതുപോലെ ഞങ്ങളുടെ കുടുംബ വീടും എല്ലാം എലിക്കുളത്താണ്. അതുകൊണ്ട് ആൻറ്റിമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മുത്തശ്ശൻ്റെ പെങ്ങളുമാരും അച്ഛൻ്റെ ചേട്ടനനിയന്മാരും എല്ലാവരും. എലിക്കുളം അമ്പലം സ്വന്തം ഒരു അമ്പലം പോലെ തന്നെയാണ്.
ആനയുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല. അതുപോലെ തന്നെയാണ് ആനേനെ എന്തോരം നേരം കണ്ടുകൊണ്ടിരുന്നാലും നമുക്ക് മടുപ്പ് തോന്നില്ല. അതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ പ്രസാദകൂട്ടിന് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഹമ്പടാ ആന കാല് പൊക്കി തന്ന് ചേട്ടനെ ഇറക്കും കയറ്റുമൊക്കെ ചെയ്യണം. എന്നാൽ നിങ്ങളും കൂടി കണ്ടോട്ടെ എന്ന് ഞാൻ ഓർത്തു. ആനപ്പുറത്തു നിന്നൊക്കെ പാപ്പന്മാർ നല്ല സുഖമായിട്ട് ഇറങ്ങുന്നു, കയറുന്നു. ആനയില്ലെങ്കിൽ എന്ത് ഉത്സവമല്ലേ. ഇടയ്ക്കൊരു സിസ്റ്റമൊക്കെ വന്നില്ലായിരുന്നു ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിപ്പിക്കരുതെന്നൊക്കെ. പക്ഷേ ഉത്സവം എന്ന് ഓർക്കുമ്പോൾ തന്നെ ആദ്യം ഒരു ചെറിയൊരു ഡ്രോയിങ് വരയ്ക്കാൻ പറഞ്ഞാൽ പോലും തിടുമ്പേറ്റ് നിൽക്കുന്ന ആനേനെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ ആനേനെ ഒഴിവാക്കൂല്ലേ. ഞങ്ങൾ പ്രസാദകൂട്ടൊക്കെ കഴിഞ്ഞ് പയ്യെ ഞങ്ങൾ ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ ചെന്നിട്ട് നേരെ ഞങ്ങൾ ഒരു 3 മണിയോടുകൂടി വീട്ടിലേക്ക് പോയി. പിന്നെ ഇനി ഞങ്ങൾ വൈകുന്നേരത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി. വൈകുന്നേരം നമ്മൾ എലിക്കുളം അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. അമ്പലത്തിൻ്റെ കവാടം കഴിഞ്ഞ് കയറുന്ന ഭാഗങ്ങളാണിതെല്ലാം. ഉത്സവം എന്ന് ഓർക്കുമ്പോൾ തന്നെ ലൈറ്റുകളും വെട്ടവും ലൈറ്റും ഒക്കെ ആയിരിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. ബലൂണും രക്ഷയിച്ചാരാ 7 മണിയായപ്പോഴത്തേയും ദീപാരാധനയൊക്കെ കഴിഞ്ഞ് കളം കാഴ്ചയൊക്കെ കഴിഞ്ഞ് കളം പാട്ടൊക്കെ കഴിഞ്ഞ് പാണ്ടിമേളം സ്റ്റാർട്ട് ചെയ്തു 8 മണിയോടുകൂടി. അപ്പോൾ ആ പാണ്ടിമേളത്തിന് നടക്കുന്നതിൻ്റെ അവിടെ തന്നെ ഭഗവാൻ തിരുമ്പേറ്റ് നിൽക്കുന്നു. അതിൻ്റെ ഒപ്പം പറയെടുക്കുന്നവരെല്ലാം പറയെടുക്കുന്നുണ്ടായിരുന്നു.
ചേട്ടൻ കൊടുക്കുന്നതനുസരിച്ച് ചേട്ടന്മാർ കൊടുക്കണമുണ്ടോ? നിങ്ങൾക്ക് പൂരപ്പറമ്പിലെ പകൽ കാഴ്ചകളാണോ ഇഷ്ടം, രാത്രി കാഴ്ചകളാണോ? എനിക്കെന്തായാലും രാത്രി കാഴ്ചകളാണ് കൂടുതൽ ഇഷ്ടം. പകൽ ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ് ഭക്തിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്, വഴിപാട് നടത്താനും അങ്ങനെയൊക്കെ, എണ്ണ ഒഴിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ. പക്ഷെ രാത്രി സത്യം പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഭാഗത്തേക്കേ ശ്രദ്ധിക്കാറ് പോലുമില്ല. ബാക്കിയുള്ള പുറം കാഴ്ചകളൊക്കെ കാണാനാണ് കൂടുതൽ ഇഷ്ടം.